3-4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ജയസൂര്യ നായകനായിട്ടെത്തിയ ആട് 3 എന്ന സിനിമ തിയേറ്റർ റിലീസ് ചെയ്തു. സിനിമ കണ്ടു. മിഥുൻ മാനുവലാണ് കഥയും സംവിധാനവും. വിജയ് ബാബു, വേണു കുന്നേപ്പള്ളിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഷാൻ റഹ്മാൻ്റെതാണ് മ്യൂസിക്. സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് അഖിൽ ജോർജ് ആണ്. ലിജോ പോൾ എഡിറ്റർ. സിനിമോട്ടോഗ്രാഫി നൈസാണ്. അതുപോലെ തന്നെ ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കിഡുമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ദേവൻ വിൻസെന്റും കൂടെ ചേർന്നാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ വശങ്ങളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ CG വർക്കും കാര്യങ്ങളൊക്കെ മോശമല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബിഗ് ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആട് 1, 2 ഇത് രണ്ടും കണ്ട ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ആട് 3 കാണാനായിട്ട് തിയേറ്ററിൽ വരുന്നത്. കാരണം ആട് 1ഉം 2ഉം ഒക്കെ അത്യാവശ്യം നമ്മൾ മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടുള്ള സിനിമയാണ്. നമ്മുടെ ഡൂഡിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ നാരങ്ങ ഷമീറിൻ്റെ പെർഫോമൻസ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ് നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പരാജയം തന്നെ ആയിരിക്കും അത്. കാരണം ഈ സിനിമയുടെ കഥ പറയുന്നത് ടൈം ട്രാവൽ രീതിയിലാണ് പറയുന്നത്. 1770 കാലഘട്ടം ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ടൈം ട്രാവൽ കൊണ്ടുവന്ന് കുത്തിക്കയറ്റിയതാണ് ഈ സിനിമയുടെ ഒരു വൺ പരാജയം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പോൾ ടർബോ, ഓസ്ലർ എന്ന സിനിമയ്ക്ക് ശേഷമാണ് നമ്മുടെ മിഥുൻ മാനുവൽ ഈ ഒരു സിനിമയായിട്ട് വരുന്നത്. പ്രതീക്ഷ ഒരുപാടുള്ളൊരു സിനിമ തന്നെയായിരുന്നു. കഥയുടെ പോരായ്മ, തിരക്കഥയുടെ പോരായ്മ തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു ഹൈപ്പിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സിനിമ നമ്മൾ ഷാജി പാപ്പാനെയും നാരങ്ങ ഷമീറിനെയും അതുപോലെ തന്നെ ചെകുത്താൻ സേവിയറിനെയൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഇരിക്കുക ഓരോ ക്യാരക്ടർ. ഈ ടൈം ട്രാവലിലേക്ക് വരുമ്പോഴത്തേക്ക് എന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഈ ചെകുത്താൻ ലാസറിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, സണ്ണി വെയിൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വെറുപ്പിച്ച ഒരു ക്യാരക്ടർ ഈ സിനിമയ്ക്കകത്ത് വേറെ ഇല്ലാന്ന്. മഹാ ബോറെന്ന് പറയാൻ പോരാ, എന്തൊക്കെയാണോ ഇതിനകത്ത് കാട്ടിക്കൂട്ടിയത്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നൈസായിട്ടൊക്കെ കൊണ്ടുവന്ന് നമുക്ക് അത്യാവശ്യം ആ ഒരു ഫീല് കിട്ടി. ആട് 2ൻ്റെ ഒക്കെ ഒരു ഫീല് നമുക്ക് കിട്ടിയായിരുന്നു. കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് നൈസായിട്ട് ചെയ്ത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ കൈവിട്ടു പോയെന്നുള്ള. അപ്പം നമ്മളിനി ഇതിൻ്റെ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ, ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും വന്നില്ല. എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചത് വിജയ് ബാബുവിൻ്റെ നാരങ്ങ ഷമീർ എന്ന് പറഞ്ഞ പോലീസ് ക്യാരക്ടറാണ്. പുള്ളി ഫസ്റ്റും സെക്കൻഡിലും ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു മീറ്ററിൽ തന്നെയാണ് ഇതിനകത്തും പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ജയസൂര്യ, ഷാജി പാപ്പൻ, പ്രത്യേകിച്ച് ഒന്നും അതിനകത്തൊന്നും ചെയ്യാനൊന്നുമില്ല. പുള്ളിയുടെ ഒരു ടൈം ട്രാവൽ കാണിക്കുന്ന സമയത്ത് പുള്ളി ഒരു നാട്ടിലെ രാജാവിൻ്റെ ഒരു റോള് കാണിക്കുന്നു. സത്യത്തിൽ എന്തിനാണ് ഈ സിനിമയ്ക്കകത്ത് ഇതിങ്ങനെ കൊണ്ടുവന്ന് കുത്തിക്കയറ്റി എന്നുള്ളത് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്താണ് മിഥുൻ മാനുവലിന് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ആ ഒരു ഈ പ്രസന്റ്ലി ഉള്ള ആ സംഭവം അങ്ങോട്ട് കാണിച്ചു പോയിരുന്നെങ്കിൽ സിനിമ ചിലപ്പോൾ വേറൊരു ലെവലിലേക്ക് പോയിരുന്നു. കാരണം അത്യാവശ്യം ചിരിക്കാനായിട്ടുള്ള നല്ല നല്ല ചില സീനൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. കരമനൊരു പൂജാരിയായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അയാളെ കാണാൻ വരുമ്പോൾ ഉള്ള ഒരു കോമഡിയൊക്കെ ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് നമുക്ക് ചിരിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ജയസൂര്യയുടെ കുറച്ച് കോമഡിയൊക്കെ ജയസൂര്യയും പറയുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം ഓക്കെ. അതായത് പ്രസന്റ്ലി കാണിക്കുന്ന ആ ഒരു ക്യാരക്ടർ എല്ലാവരും ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ ഇത് ടൈം ട്രാവലിലേക്ക് പോകുമ്പോഴത്തേക്ക് കാണിക്കുന്ന ക്യാരക്ടർ എല്ലാം മഹാബോറെന്ന് പറഞ്ഞാൽ പോരാ, ഇങ്ങനെ ഇരുത്തി നമ്മളെ വെറുപ്പിച്ച് ഇങ്ങനെ വലിച്ച് നീട്ടി ഈ സിനിമ റബ്ബർ ബാൻഡ് വലിച്ച് നീട്ടുന്ന കണക്ക് ഇതിങ്ങനെ കൊണ്ടുപോയി. സത്യം പറയാലോ, മൊത്തത്തിലൊരു മടുപ്പ് ഫീൽ ചെയ്ത് പടം കണ്ടിട്ട് നമ്മൾ തിരിച്ച് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പം നമുക്കൊന്നും മനസ്സിലാകത്തില്ല ഇത് എന്താണ് ഇമാരി ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പിന്നെ എനിക്ക് ഇതിനകത്ത് നമ്മുടെ ഇന്ദ്രൻസിൻ്റെ ആശാന്റെ ക്യാരക്ടർ, പുള്ളിയുടെ ഒരു 2-3 മേക്ക് ഓവർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ നൈസാണ്, അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുപോയിട്ട് ഒരു ഐറ്റം ഡാൻസ് ഒക്കെ വെക്കുന്നുണ്ട്. എന്തിനാണോ ഈ കിളി പറന്നു പോയി എന്ന് പറയാതിരിക്കാൻ പറ്റുന്നത്. കാരണം ഇനി കഥ എഴുതി കിളി പറന്നു പോയതാണോ അതോ ഇനി നമ്മുടെ കിളി പറത്താൻ വേണ്ടി ഇങ്ങനെ എഴുതിയതാണോ എന്ന് അറിയില്ല. മൊത്തത്തിൽ ആട് 3 എന്ന് പറയുന്നൊരു സിനിമ ഷോവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും തന്നെ ഇല്ല. എനിക്ക് വിജയ് ബാബുവിൻ്റെ ആ ഒരു പെർഫോമൻസും ഇന്ദ്രൻ ചേട്ടൻ്റെ പെർഫോമൻസും ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത്. സിനിമ മൊത്തത്തിൽ അടപടലം പോയി എന്ന് പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ആട് 1, 2 അത് കണ്ട ആളുകൾക്ക് ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഉണ്ട്. പക്ഷേ ആ 2 സിനിമകൾ നോക്കുകയാണെങ്കിൽ ഇതൊന്നുമില്ല. ഇതിനകത്ത് അതുമായിട്ട് ഒരിക്കലും ഈ സിനിമയെ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ആ സിനിമ കണ്ടതിൻ്റെ ഒരു ലെവലിൽ നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ തീർത്തും നിങ്ങൾക്ക് പരാജയം തന്നെ ആയിരിക്കും. ഇത് വേറൊരു സിനിമ. ആ രീതിയിൽ നിങ്ങൾ പോയി കണ്ട ഒരു പക്ഷേ ചിലപ്പം ഇഷ്ടപ്പെട്ടു. എന്താണെങ്കിലും എനിക്ക് പടം വർക്കായില്ല. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.